Hi everyone, welcome to Groww Malayalam. അപ്പം നിങ്ങൾക്കറിയാമോ റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് അവസാനമല്ല, പക്ഷെ പല സ്വപ്നങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു തുടക്കമാണ് അത്. പക്ഷേ നമുക്കത് ഫേസ് ചെയ്യണം. അപ്പോൾ റിട്ടയർമെൻറ്റിൽ നമ്മൾക്ക് പല കൺസേൺസ് നമുക്കുണ്ടാവും. അതായത് നമ്മുടെ സേവിങ്സ് ഇൻഫ്ലേഷനെ മറികടക്കുമോ, എന്തെങ്കിലും പ്രതീക്ഷിക്കാത്ത ഒരു ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചിലവുകൾക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറിൻ്റെ ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി. അപ്പം ഈ ഒരു ചോദ്യങ്ങളൊക്കെ കോമൺ ആണ് ഈ ഒരു സമയത്ത്. അതുപോലെ തന്നെ ഇതൊക്കെ റിട്ടയർഡായ ആൾക്കാരുടെ മനസ്സിൽ ഒരുപാട് ടെൻഷൻ കൊണ്ടുവരുന്ന കാര്യങ്ങളുമാണ്. അപ്പം നമ്മൾ മിക്ക ആൾക്കാരും റിട്ടയർമെൻറ്റ് സേവിങ്സിനെ കുറിച്ച് ഒരു റഫ് എസ്റ്റിമേറ്റ് നമ്മുടെ മനസ്സിൽ എന്തായാലും ഉണ്ടാവും, അതായത് ഇത്ര വേണം എന്നുള്ളത്. പക്ഷേ നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കുക, ആ ഒരു എമൗണ്ട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുമോ എന്നുള്ളത്. അതായത് നിങ്ങളുടെ ഡേ ടു ഡേ എക്സ്പെൻസ് മുതൽ നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള അഡ്വഞ്ചേഴ്സ് വരെ. അപ്പം നിങ്ങളിപ്പോൾ റിട്ടയർ ആയാലും ഇൻഫ്ലേഷൻ റിട്ടയർ ആവാൻ വേണ്ടി എന്തായാലും പോകുന്നില്ല, അതെന്തായാലും കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബൈ ടൈം നമ്മുടെ സേവിങ്സ് ഒക്കെ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കാരണമാകും. സോ എങ്ങനെ നമുക്ക് ഈ ചലഞ്ചസ് ഒക്കെ നമുക്ക് ഓവർകം ചെയ്യാം? അപ്പം ഉത്തരം വരുന്നത് സ്മാർട്ട് ഇൻവെസ്റ്റിംഗിലാണ്. അതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് നിങ്ങൾ റിട്ടയർ ആയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു സ്റ്റഡി ഇൻകം സ്ട്രീം ഉറപ്പുവരുന്ന 5 ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ബട്ട് വീഡിയോയിലേക്ക് പോകും മുമ്പ് ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ വീഡിയോയും കൂടി ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേയ്സ് വീഡിയോ. ആദ്യത്തെ ഇമ്മീഡിയറ്റ് ആനുറ്റി പ്ലാൻസ് ഓഫ് ഇൻഷുറൻസ് കമ്പനി. അപ്പം ഇമ്മീഡിയറ്റ് ആനുറ്റി പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനിക്കായിട്ടുള്ള ഒരു ആനുറ്റി പ്ലാൻ ആണ്. അപ്പോൾ ഇൻഷുർക്ക് ലാംസമായിട്ട് 1 ടൈം പേയ്മെൻറ്റ് നമ്മൾ ചെയ്താൽ അതിന് തിരിച്ചായിട്ട് കമ്പനി നിങ്ങൾക്ക് റെഗുലർ ഇൻകം അല്ലെങ്കിൽ പെൻഷൻ നൽകും. അതിപ്പോൾ മന്ത്ലി ആവാം, ക്വാർട്ടർലി ആവാം, സെമി ആനുവലി ആവാം, അല്ലെങ്കിൽ ഇപ്പോൾ ആനുവലി ആവാം. അപ്പോൾ നമ്മുടെ ഫൈനാൻഷ്യൽ പ്ലാനിന് ഏതാണ് ബെസ്റ്റ് അതനുസരിച്ചിട്ട്. അപ്പോൾ ഈ നോർമലി ആനുറ്റി പ്ലാനിന് 2 ഫേസ് ഉണ്ട്, അക്യുമുലേഷൻ ഫേസ് അതുപോലെ തന്നെ ഡിസ്പേഴ്സൽ ഫേസ്. എന്നാലും ഇമ്മീഡിയറ്റ് ആനുറ്റി പ്ലാനിൽ ഈ ഒരു ഫേസിൻ്റെ ഗ്യാപ്പ് പ്രാക്ടിക്കലി നോൺ എക്സിസ്റ്റൻ്റ് ആണ്. അത് നിങ്ങളിപ്പോൾ ലെംസമായിട്ട് പേയ്മെൻറ്റ് ചെയ്ത ഉടനെ ഡിസ്പേഴ്സൽ ഫേസ് വരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആനുറ്റി പേ ഔട്ട്സ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടും തുടങ്ങും. അപ്പോൾ ഈ ഒരു പ്ലാന് റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഉപകാരമാണ്. കാരണം എന്താണ്, നമുക്ക് റിട്ടയർമെൻറ്റിന് ശേഷം ഒരു ഗ്യാരണ്ടീഡ് ഇൻകം ഓഫർ ചെയ്യുന്നുണ്ട് ഇവിടെ. അപ്പോൾ ആക്ച്വലി നമുക്ക് എത്ര എമൗണ്ട് ലഭിക്കും എന്നുള്ള അറിയാൻ വേണ്ടി നമുക്ക് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ഫൈനാൻഷ്യൽ സെക്യൂരിറ്റിയും സ്റ്റെബിലിറ്റിയൊക്കെ നമുക്ക് ഇവിടെ ലഭിക്കും. ഇനി നമുക്ക് ടാക്സ് ഇംപ്ലിക്കേഷൻസിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇമ്മീഡിയറ്റ് ആനുറ്റിയിൽ നമുക്ക് ലഭിക്കുന്ന പെൻഷൻ ഇൻകം ഫുള്ളി ടാക്സബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു പ്ലാൻ വാങ്ങുമ്പോൾ പർച്ചേസ് പ്രൈസിൽ 1.8% GST വരും. ഇനി നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആനുറ്റി പ്ലാനുകളുടെ തരങ്ങളെ കുറിച്ചിട്ട് ഞാൻ പറയുന്നു. അപ്പോൾ അത് സിംഗിൾ ആനുറ്റി ആണ്. അപ്പോൾ ഇതിലിപ്പോൾ നിങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി നിങ്ങളുടെ പേയ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ കൂടെ കമ്പനി നിങ്ങളുടെ ഇനീഷ്യൽ പേയ്മെൻറ്റ് ആർക്കും തിരിച്ചു കൊടുക്കത്തില്ല. ഇനി അടുത്ത് ആനുറ്റി വിത്ത് റിട്ടേൺ ഓഫ് പർച്ചേസ് പ്രൈസ് ആണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു നോമിനി ഉണ്ട്, അതിപ്പോൾ നിങ്ങളുടെ ഫാമിലി മെമ്പർ ആവാം, അല്ലെങ്കിൽ ഇപ്പോൾ പാർട്ട്ണർ ആവാം. അപ്പോൾ അവർക്ക് ആ ഒരു പർച്ചേസ് പ്രൈസ് നിങ്ങളുടെ മരണശേഷം ലഭിക്കുന്നതാണ് ഇവിടെ. ഇനി അടുത്ത് ജോയിൻറ്റ് ആനുറ്റി ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിന് സെയിം പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഇവിടെ 2 പേരും മരണപ്പെട്ട് കഴിഞ്ഞാൽ പർച്ചേസ് പ്രൈസ് തിരിച്ച് നൽകുന്നതായിരിക്കില്ല. ഇനി അടുത്ത് ജോയിൻറ്റ് ആനുറ്റി വിത്ത് റിട്ടേൺ ഓഫ് പർച്ചേസ് പ്രൈസ്. അപ്പോൾ ജോയിൻറ്റ് ആനുറ്റി പോലെ തന്നെയാണ്, ഇപ്പോൾ 2 പേരും മരണപ്പെട്ട് കഴിഞ്ഞാൽ പർച്ചേസ് പ്രൈസ് നോമിനിക്ക് തിരിച്ച് നൽകുന്നതായിരിക്കും. അപ്പം ആനുറ്റിയുടെ ടൈപ്പ് അനുസരിച്ച് ഈൽഡുകളിലൊക്കെ മാറ്റം വരും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മിസ്റ്റർ വർമ്മ 60-ാം വയസ്സിൽ ഒരു ഇമ്മീഡിയറ്റ് ആനുറ്റി പ്ലാൻ വാങ്ങാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അപ്പം അദ്ദേഹത്തിന് 1 കോടിയുടെ ഒരു ലംസം പേയ്മെൻ്റ് ആണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ GST 1.8% കൂടി ആഡ് ചെയ്ത് കഴിയുമ്പം ആനുറ്റി പേയ്മെൻറ്റ് ടോട്ടൽ പർച്ചേസ് പ്രൈസ് വരുന്നത് 1,1,80,000 രൂപയാണ്. അപ്പോൾ ആനുറ്റി ഈൽഡ് ഇപ്പോൾ 6.34% ആണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ മിസ്റ്റർ വർമ്മയുടെ ആനുറ്റി പേ ഔട്ട് വരുന്നത് ഏകദേശം 6,34,000 രൂപയായിരിക്കും. സോ ഇതാണ് ഇമ്മീഡിയറ്റ് ആനുറ്റിയുടെ കേസിൽ വരുന്നത്. അടുത്തത് ഫിക്സഡ് ഡിപ്പോസിറ്റ്സ് ഓഫ് AAA റേറ്റഡ് NBFCs. അപ്പം ഈ അടുത്ത മാസങ്ങളിൽ ചില ബാങ്കുകളൊക്കെ അവരുടെ FD റേറ്റ് കുറച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ഇൻവെസ്റ്റേഴ്സും നല്ല റിട്ടേൺസ് ഓഫർ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റികൾ നോക്കാൻ വേണ്ടി തുടങ്ങി. സോ ഈ ഒരു ഡിമാൻഡ് കണ്ടിട്ട് NBFCs അതായത് നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കമ്പനികൾ ഫിക്സഡ് ഡിപ്പോസിറ്റ് റേറ്റ്സ് കൂട്ടാൻ തുടങ്ങി. അപ്പം ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്സ് സ്റ്റെബിലിറ്റിയും അതുപോലെ തന്നെ അട്രാക്റ്റീവ് റിട്ടേൺസും ഓഫർ ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത് ഫിക്സഡ് ഇൻകം ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ബോണ്ടിൻ്റെയൊക്കെ ക്രെഡിറ്റ് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത് ക്രെഡിറ്റ് ഏജൻസികൾ ഇഷ്യൂറിൻ്റെ ക്രെഡിറ്റ് വർത്തിനെസ് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അപ്പം ഇതിൻ്റെ ഒരു സ്കെയിൽ വരുന്നത് AAA മുതൽ C അല്ലെങ്കിൽ D അങ്ങനെയൊക്കെയാണ് ഇത് വരുന്നത്. അതായത് ഹയസ്റ്റ് ക്വാളിറ്റി ബോണ്ടുകൾക്ക് AAA റേറ്റിംഗും ക്വാളിറ്റി കുറയുന്നതനുസരിച്ച് ഗ്രേഡും കുറയും. മോശം ക്വാളിറ്റി ഒക്കെ ആണെങ്കിൽ C, D ഒക്കെ വരും. ഇപ്പം ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ ഈ AAA റേറ്റിംഗ് നിങ്ങൾ എങ്ങനെ മാറ്റർ ചെയ്യും? ഇപ്പോൾ ഒരു കമ്പനിക്ക് AAA റേറ്റിംഗ് ഉണ്ടെങ്കിൽ കൂടുതൽ ക്രെഡിറ്റ് വർത്തിനെസ് ആണ് കാണിക്കുന്നത്. അതായത് അവർക്ക് അവരുടെ കട അടച്ചു തീർക്കാനുള്ള കഴിവും അതുപോലെ തന്നെ നിങ്ങളുടെ റിട്ടേൺസ് തിരിച്ചു നൽകാനുള്ള കഴിവും ഉണ്ടെന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യുക, ഈ ഒരു കമ്പനികൾക്ക് ചെറിയ ലെവലിലൊക്കെ റിസ്ക് ഉണ്ട് എന്നുള്ളത്. അതായത് ബാങ്ക് FD പോലെ നമുക്ക് ഉറപ്പൊന്നും പറയാൻ വേണ്ടി സാധിക്കില്ല.
ഇനി നമുക്ക് റിട്ടേൺസിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഈ AAA റേറ്റിംഗ് ഉള്ള NBFCs ഓഫർ ചെയ്യുന്ന റേറ്റ് കുറച്ചും കൂടി കൂടുതലായിരിക്കും. അപ്പോൾ നോർമൽ FDനൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി കൂടുതലായിരിക്കും. പക്ഷേ ഇത് ജസ്റ്റ് അട്രാക്റ്റീവ് റേറ്റിംഗ് മാത്രമല്ല, നിങ്ങൾക്ക് ഇവിടെ ഫ്ലെക്സിബിൾ പേ ഔട്ട് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും. ലൈക്ക് ഇപ്പോൾ മന്ത്ലി, ക്വാർട്ടർലി അല്ലെങ്കിൽ ഹാഫ് ഇയർലി ഒക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഒക്കെ ലഭിക്കും. സോ ഇത് റിട്ടയർഡ് ആയവർക്കൊക്കെ വിശ്വസനീയമായിട്ടുള്ളൊരു ഇൻകം സോഴ്സ് ആണ്. ഇപ്പം പറയുകയാണെങ്കിൽ AAA റേറ്റിംഗ് ഉള്ള NBFCs സീനിയർ സിറ്റിസന് 5 ഇയർ ഫിക്സഡ് ഡിപ്പോസിറ്റിന് 8% പെർ ആനം ഇൻട്രസ്റ്റ് ഓഫർ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ 1 കോടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 48,59,474 രൂപ ഇൻട്രസ്റ്റ് ഏൺ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ AAA റേറ്റഡ് NBFCയുടെ ഫിക്സഡ് ഡിപ്പോസിറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ RBI ഫ്ലോട്ടിംഗ് റേറ്റ് സേവിംഗ് ബോണ്ട്. അപ്പോൾ എന്താണ് RBI ബോണ്ട്സ് എന്ന് പറഞ്ഞാൽ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്യുന്ന ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സ് ആണിത്. അപ്പോൾ പല ഇന്റർവെൽ സെറ്റിലായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്പെഷ്യലി എല്ലാ വർഷവും January 1 അതുപോലെ തന്നെ July 1. അപ്പോൾ നമുക്ക് ഫിക്സഡ് ഡിപ്പോസിറ്റിലേക്ക് സെയിം ഇൻട്രസ്റ്റ് റേറ്റ് ആണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ ഈ ഒരു ബോണ്ടിൽ എല്ലാ 6 മാസം കൂടുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പം ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് വരുന്നത് നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് പ്ലസ് ഒരു അഡീഷണൽ 35 ബേസിസ് പോയിന്റും കൂടി അനുസരിച്ചാണ്. സോ October 1, 2023 പ്രകാരം കറന്റ് NSE റേറ്റ് വരുന്നത് 7.7% ആണ്. പിന്നെ ഒരു അഡീഷണൽ 0.35% കൊണ്ട് കൂട്ടിയിട്ട് ബോണ്ട് ഇൻട്രസ്റ്റ് വരുന്നത് 8.05% പെർ ആനം ആണ്. അപ്പം ഇതിന്റെ എലിജിബിലിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, ജോയിന്റ്ലി അല്ലെങ്കിൽ മൈനറിന് ഗാർഡിയന്റെ മുൻപാകെ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഹിന്ദു അൺഡിവൈഡ് ഫാമിലിക്കും എലിജിബിൾ ആണ് ഇവിടെ മിനിമം ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് വരുന്നത് 1000 രൂപയാണ്. 1000ന്റെ മൾട്ടിപ്പിൾസിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ 20,000 രൂപ വരെയുള്ള ക്യാഷ് പേയ്മെന്റ് ചെയ്തുകൊണ്ട് ഈ ഒരു ബോണ്ടിലേക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിൽ കൂടുതലാണ് എമൗണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഡ്രാഫ്റ്റ്, ചെക്ക് അല്ലെങ്കിൽ ഇലക്ട്രോണിക് പേയ്മെന്റ് മെത്തേഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ബോണ്ട് ലെഡ്ജർ അക്കൗണ്ടിൽ ഇലക്ട്രോണിക് ഫോമിൽ റെക്കോർഡ് ചെയ്യും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ 1 ലക്ഷം രൂപ RBI ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക നിങ്ങൾ വിചാരിക്കുക. ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് പെർ ആനം 8.05% ആണ്. അപ്പം എല്ലാ 6 മാസവും ഇത് പേ ചെയ്യും. അതായത് January 1 അതുപോലെ തന്നെ July 1. സോ 1 ലക്ഷം ഇൻവെസ്റ്റ്മെന്റിന് നിങ്ങൾക്ക് ആദ്യത്തെ 6 മാസത്തിൽ ഇൻട്രസ്റ്റ് വരുന്നത് 4025 രൂപയായിരിക്കും. അതായത് ആനുവൽ റേറ്റ് ആയ 8.05%ന്റെ പകുതി. ഇനി നമുക്ക് ടെന്യൂർ അതുപോലെ തന്നെ പ്രീമച്യൂർ വിഡ്രോളും കൂടെ നമുക്ക് നോക്കാം. അപ്പം 7 വർഷത്തെ ടെന്യൂറിൽ ഈ ഒരു ബോണ്ട് ലോങ് ടേം ഇൻകം ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു സീനിയർ സിറ്റിസൺ ആണെങ്കിൽ നിങ്ങൾക്ക് പ്രീമച്യൂർ വിഡ്രോൾ ചെയ്യാം. അപ്പോൾ ചില ഏജ് റിലേറ്റഡ് റെസ്ട്രിക്ഷനോടെയാണ് ഇത് വരുന്നത്. അപ്പോൾ നിങ്ങളിപ്പം 60 മുതൽ 70 വയസ്സിൻ്റെ ഇടയ്ക്കുള്ള ആളാണെങ്കിൽ 6 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾ 70 മുതൽ 80 വയസ്സിൻ്റെ ഇടയ്ക്കുള്ള ആളാണെങ്കിൽ ലോക്ക് ഇൻ പീരീഡ് വരുന്നത് 5 വർഷമാണ്. ഇനി 80 അല്ലെങ്കിൽ അതിൽ കൂടുതലാണെങ്കിൽ ജസ്റ്റ് 4 വർഷമായിരിക്കും. ഇനി എവിടെ നിന്നാണ് ഈ ഒരു ബോണ്ട് വാങ്ങേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഓതറൈസ്ഡ് ബാങ്ക്സ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ എൻറ്റിറ്റീസിന് നിങ്ങൾക്ക് ബോണ്ട് വാങ്ങാവുന്നതാണ്. ഇനിയിപ്പം ട്രാൻസ്ഫറബിലിറ്റിനെ പറ്റി നമുക്ക് നോക്കാം. അപ്പം നമ്മൾ നോർമൽ കണ്ടീഷനിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഒരു ബോണ്ട് ട്രാൻസ്ഫറബിൾ അല്ല. അപ്പോൾ ബോണ്ട് ഹോൾഡേഴ്സ് മരണപ്പെട്ട നോമിനിക്ക് അല്ലെങ്കിൽ ലീഗൽ ഹെയറിന് മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു ബോണ്ട് സെക്കൻഡറി മാർക്കറ്റിൽ ട്രേഡബിൾ അല്ല. പിന്നെ ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ലോണിന് വേണ്ടിയിട്ട് കൊളാറ്ററൽ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടും പറ്റില്ല. ഇനി അടുത്ത ബ്രോക്കറേജ്. അപ്പോൾ ഈ ഒരു ബോണ്ട് വഴി കളക്ട് ചെയ്യുന്ന എമൗണ്ടിൻ്റെ 0.5% റിസീവിംഗ് ഓഫീസ് ബ്രോക്കറേജ് ആയിട്ട് ഏൺ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ പകുതി ഈ ഒരു ട്രാൻസാക്ഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ബ്രോക്കേഴ്സ് അല്ലെങ്കിൽ സബ് ബ്രോക്കേഴ്സ് ഷെയർ ചെയ്യും. ഇനി നമുക്ക് അടുത്ത് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം നമുക്ക് നോക്കാം. അപ്പോൾ 60 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു ഗവൺമെൻറ് ബാക്ക്ഡ് സേവിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണിത്. ഇപ്പോൾ റിട്ടയർഡ് ആയ ആളുകളുടെ ഇടയ്ക്ക് ഇത് വളരെ ഹിറ്റായിട്ടുള്ളൊരു സ്കീമാണ്. കാരണം ഗവൺമെൻറ് ബാക്ക്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സെക്യൂരിറ്റി ഉണ്ട്. അതുപോലെ തന്നെ റിട്ടയർമെൻറ്റിന് ശേഷം നമുക്കൊരു സ്ഥിര വരുമാനം നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ സീനിയർ സിറ്റിസൺ ഈ ഒരു സ്കീമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി എലിജിബിൾ ആണ്. അപ്പോൾ സീനിയർ സിറ്റിസൻ്റെ കൂടെ വേറെ കുറച്ച് ആൾക്കാർക്കും കൂടിയും ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അത് 60 വയസ്സ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രായമുള്ള സീനിയർ സിറ്റിസൺ, 55ൻ്റെയും 60ൻ്റെയും ഇടയ്ക്ക് പ്രായമുള്ള റിട്ടയർഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു സെയിം കാര്യം റിട്ടയർഡ് ഡിഫൻസ് എംപ്ലോയീസിനും ഉണ്ട്. അപ്പോൾ 50 വയസ്സാണ് അവരുടെ ഏജ് എലിജിബിലിറ്റി ഇവിടെ വരുന്നത്. അപ്പം മിനിമം ഡിപ്പോസിറ്റ് വരുന്ന 1000 രൂപയാണ്. പിന്നെ 1000ൻ്റെ മൾട്ടിപ്പിൾസിൽ നമുക്ക് ഡിപ്പോസിറ്റ് ചെയ്യാവുന്നതാണ് ഇവിടെ. അപ്പം മാക്സിമം നമുക്ക് 30 ലക്ഷം രൂപ വരെയാണ് ലിമിറ്റ് വരുന്നത്. ഇനിയിപ്പം ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് നോക്കാം. അപ്പോൾ 1 October 2023 പ്രകാരം പെർ ആനം 8.2% ആണ് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റിൽ ഒരു കാര്യമുണ്ട്, ഇൻട്രസ്റ്റ് ക്വാർട്ടർലി ആയിരിക്കും പേ ഔട്ട് ചെയ്യുന്നത്. അതായത് എല്ലാ 3 മാസം കൂടുമ്പോൾ നിങ്ങൾക്ക് റിട്ടേൺസ് നിങ്ങൾക്ക് കാണാം. സോ ഇങ്ങനെ ആയതുകൊണ്ട് പ്രിൻസിപ്പൽ എമൗണ്ട് എടുക്കാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ചെലവുകളൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം ഈ ഒരു പേ ഔട്ട്സ് നിങ്ങൾക്ക് എല്ലാ വർഷവും 1-ാം തീയതി, അതായത് January, April, July അതുപോലത്തെ ഒക്ടോബറിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 16 ലക്ഷം രൂപ സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിലേക്ക് 1 July 2023 ഇൻവെസ്റ്റ് ചെയ്തെന്ന് വിചാരിക്കാം. അപ്പോൾ 30 September 2023 വരെ നിങ്ങളുടെ ഇൻട്രസ്റ്റ് 1 October ലഭിക്കും. 8.2% ഇൻട്രസ്റ്റോടെ, അതായത് 32,800 രൂപ വരും ഇത്. ഇനി നമുക്ക് ടെന്യൂറിനെ കുറിച്ച് നോക്കാം.
അപ്പോൾ 5 വർഷത്തെ ഒരു ടെന്യൂറാണ് ഈ ഒരു സ്കീമിനുള്ളത്. അപ്പോൾ ഇത് മെച്യൂർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3 വർഷത്തേക്കും കൂടി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇനി അടുത്ത് വരുന്നത് ടാക്സേഷൻ ആണ്. അപ്പോൾ ഇനി ഈ ഒരു സ്കീമിൻ്റെ മെയിൻ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് ആക്ടിൽ 80C കീഴിൽ ടാക്സ് ബെനിഫിറ്റ് ഓഫർ ചെയ്യുന്നുണ്ട്. സോ ടാക്സ് ലയബിലിറ്റി കുറയ്ക്കാൻ നോക്കുന്നവർക്ക് ഇതൊരു പ്ലസ് പോയിന്റ് ആണ്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ എല്ലാ SC SS അക്കൗണ്ടും ഏൺ ചെയ്യുന്ന ഇൻട്രസ്റ്റ് ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ 50,000 രൂപ കൂടുതലാണെങ്കിൽ അത് ടാക്സബിൾ ആയിരിക്കും. പിന്നെ നിങ്ങൾ TDS നിങ്ങൾ ഡീൽ ചെയ്യണം. ഇനി നമുക്ക് പ്രീമെച്യൂർ ക്ലോഷർ പെനാൽറ്റീസ് നമുക്ക് നോക്കാം. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നിട്ട് മെച്യൂർ ആകും മുമ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. അതായത് അക്കൗണ്ട് ഓപ്പൺ ആക്കി 1 വർഷം ആകും മുമ്പ് ക്ലോസ് ആക്കിയാൽ നിങ്ങൾക്ക് യാതൊരു ഇൻട്രസ്റ്റും ഏൺ ചെയ്യുന്നതല്ല. ഇനിയിപ്പം 1 വർഷം കഴിഞ്ഞിട്ടാണ്, പക്ഷേ 2 വർഷം ആകും മുമ്പാണെങ്കിൽ നിങ്ങളുടെ പ്രിൻസിപ്പളിൽ നിന്ന് 1.5% ഡിഡക്റ്റ് ചെയ്യുന്നതാണ്. ഇനിയിപ്പം 2 വർഷം കഴിഞ്ഞിട്ടാണ്, പക്ഷേ 5 വർഷത്തിന് മുമ്പാണെങ്കിൽ പെനാൽറ്റി 1% ആയിരിക്കും ഇവിടെ. ഇനി നമുക്ക് നോക്കാം എവിടെയാണ് ഈ ഒരു അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പാൻ, ആധാർ കാർഡ്, ഫോട്ടോ, റിട്ടയർമെൻറ്റ് പ്രൂഫ്, അതുപോലെ തന്നെ ബാക്കി ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊണ്ടുവരണം. അപ്പോൾ ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ഫില്ല് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സിനൊപ്പം നിങ്ങളത് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫണ്ട് ഡിപ്പോസിറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് റെഡിയാവും. അപ്പോൾ നിങ്ങളുടെ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ് ഡീറ്റെയിൽസോടെ പാസ്ബുക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇവിടുന്ന്. ഇനി ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് ഓപ്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ബോണ്ട്സ്. അപ്പം ഇന്ത്യൻ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന ഒരു സോവറൻ സെക്യൂരിറ്റി ആണിത്. അപ്പോൾ ഹയസ്റ്റ് ക്രെഡിറ്റ് ക്വാളിറ്റി ആണ് ഇതിനുള്ളത്. അപ്പോൾ ഇവരുടെ റേറ്റിംഗ് ഏജൻസിയുടെ വാലിഡേഷൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം ഇവർ ഗവൺമെൻറ് ബാക്ക്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് റിസ്ക് ഇവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സേഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനിൽ ഒന്നാണ് ഇതെന്ന് നമുക്ക് എന്തായാലും പറയാൻ സാധിക്കും. അപ്പോൾ കൂപ്പൺ റേറ്റോടെയാണ് വരുന്നത്, അതായത് ഗവൺമെൻറ് ഇൻവെസ്റ്റേഴ്സ് നൽകുന്നെന്ന് പറയുന്ന ഇൻട്രസ്റ്റ് റേറ്റ്. സപ്പോസ് നിങ്ങളിപ്പോൾ ബോണ്ട് വാങ്ങാനായിട്ട് ഗവൺമെൻറ്റിലേക്ക് 1 ലക്ഷം രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ബോണ്ടിൻ്റെ കൂപ്പൺ റേറ്റ് വരുന്നത് 7.18%. അങ്ങനെയെങ്കിൽ ഗവൺമെൻറ് എല്ലാ വർഷവും നിങ്ങൾക്ക് 7,180 രൂപ നൽകും ഇൻട്രസ്റ്റ് ആയിട്ട്. അപ്പോൾ ഈ ഒരു ഇൻട്രസ്റ്റ് വർഷത്തിൽ 2 തവണയായിട്ടായിരിക്കും നൽകുന്നത്. പക്ഷേ ഈൽഡ് എന്ന് പറയുന്ന വേറൊരു സംഭവമുണ്ട്. അപ്പം ഇത് കൂപ്പൺ റേറ്റ് തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം ഈ ഒരു എക്സാമ്പിളിൽ ഈൽഡ് വരുന്നത് 7.3248%. ആക്ച്വലി നിങ്ങളുടെ ബോണ്ടിന് എന്താണോ നിങ്ങൾ ഏൺ ചെയ്യുന്നത് അതാണ് ഈൽഡ് എന്ന് പറയുന്നത്. അത് മാർക്കറ്റിൽ ബോണ്ടിൻ്റെ വില മാറുന്നതനുസരിച്ച് മാറാം. ഇപ്പം ഒറിജിനൽ വാല്യൂന്ന് ബോണ്ടിൻ്റെ വില താഴേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ചെറിയ വിലയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാം. അപ്പോൾ ഇതിനർത്ഥം നിങ്ങളുടെ ഈൽഡ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള റിട്ടേൺ കൂടുമെന്നാണ്. അതായത് നിങ്ങളിപ്പം മെച്യൂരിറ്റി വരെ ബോണ്ട് നിങ്ങൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ എഫക്റ്റീവ് റിട്ടേൺ എന്ന് പറയുന്നത് കൂപ്പൺ റേറ്റിനേക്കാളും കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഈൽഡ് ബാക്കി ഏതൊരു ഇൻകം ഓപ്ഷനേക്കാളും കൂടുതലായിരിക്കും. അതിപ്പോൾ ഫുൾ സേഫ്റ്റിയോടെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ ഞാൻ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ November 3 നമ്പർ കൺസിഡർ നമുക്ക് ചെയ്യാം. 1 ഇയർ ട്രഷറി ബിൽഡ് ഈൽഡ് വരുന്നത് അറൌണ്ട് 7.14% ആണ്. അപ്പോൾ 7 മുതൽ 5 വർഷത്തെ വലിയ മെച്യൂരിറ്റി ആണെങ്കിൽ ഗവൺമെൻറ് ബോണ്ടിൻ്റെ ഈൽഡ് വരുന്നത് അറൌണ്ട് 7.31%. അതുപോലെ തന്നെ 9 മുതൽ 10 വർഷമാണെങ്കിൽ 7.32% ആയിരിക്കും. അപ്പം ഇതെന്ന് പറയുന്നത് ഏതൊരു ഫിക്സഡ് ഡിപ്പോസിറ്റിന് ലഭിക്കുന്ന ഇൻട്രസ്റ്റിനേക്കാളും കൂടുതലാണ്. സോ ഇത് അട്രാക്റ്റീവ് അല്ലേ? അപ്പം സോ എങ്ങനെ നിങ്ങൾക്ക് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളതും കൂടി ഞാൻ പറയാം. RBI ഇപ്പോൾ ഒരു പ്ലാറ്റ്ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, റീറ്റെയിൽ ഡയറക്റ്റ് സ്കീം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പാൻ ഡീറ്റെയിൽസ് കൊടുക്കാം, എന്നിട്ട് KYC പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ക്ലിയറിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് എല്ലാ ട്രേഡ് അതുപോലെ പ്രൈസ് ഡീറ്റെയിൽസും അവൈലബിൾ ആയിരിക്കും. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റിട്ടയർഡ് ആയവർക്ക് റിട്ടയർമെൻറ്റിന് ശേഷം റെഗുലർ ഇൻകം നൽകുന്ന 5 ഓപ്ഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഓരോ ഓപ്ഷനും അതിൻ്റെതായ റിസ്ക്കും ബെനിഫിറ്റും ഫീച്ചേഴ്സും എല്ലാം ഉണ്ട്. സോ നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഗോൾ, റിസ്ക് ടോളറൻസ് അതുപോലെ ടാക്സ് ഇംപ്ലിക്കേഷൻ എല്ലാം വെച്ചിട്ട് ഈ ഒരു ഓപ്ഷൻസ് നിങ്ങളൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കും മുമ്പ് നിങ്ങളുടെ ഫൈനാൻഷ്യൽ അഡ്വൈസറായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും കൂടി വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറക്കരുത്. സോ നമുക്കൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.